നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പത്ത് സഹോദരന്റെ സ്കൂട്ടർ കത്തിച്ച കേസിൽ യുവാവിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്താല കൊപ്പം സ്വദേശി നൌഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സഹോദരന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സഹോദരന്റെ സ്കൂട്ടർ കത്തിച്ച കേസിലാണ് തൃത്താല കൊപ്പം കോലൂത്തുപറമ്പിൽ നൌഷാദിനെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത്. 42 വയസ്സാണ്. നൌഷാദിന്റെ സഹോദരൻ മുഹമ്മദ് അലി ഷിയാബിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. നൌഷാദിനെ വീട്ടിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊപ്പത്തു നിന്നുമാണ് നൌഷാദിനെ അറസ്റ്റ് ചെയ്തത്. വിവിധ കേസുകളിലെ പ്രതി കൂടിയാണ് അറസ്റ്റിലായ നൌഷാദെന്നും പോലീസ് സൂചിപ്പിച്ചു. പെട്രോൾ ഒഴിച്ചാണ് സ്കൂട്ടർ അഗ്നിക്ക് ഇരയാക്കിയത്. എടപ്പാളിൽ നിക്ഷേപകരിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടത്തി ജ്വല്ലറി പൂട്ടി ഉടമകൾ മുങ്ങി. 2 പേർ അറസ്റ്റിൽ. ഒരാൾ ആശുപത്രിയിൽ കസ്റ്റഡിയിൽ. 2 പേർ വിദേശത്തേക്ക് കടന്നതായി സംശയം. നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി മുങ്ങിയ അയലക്കാട് സ്വദേശി 52 വയസ്സുള്ള പെരിഞ്ചേരി അബ്ദുറഹ്മാൻ, വെങ്ങിനിക്കര സ്വദേശി 52 വയസ്സുള്ള പെരിയങ്കാട്ട് അബ്ദുൾ ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരംകുളം CI ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതി കാലടി സ്വദേശി പൂക്കത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് ചികിത്സയിൽ കഴിയുന്ന പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കേസിൽ പ്രതികളായ അബ്ദുള്ള, സാനിഫ്, മൊയ്തീൻകുട്ടി തുടങ്ങിയ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവർക്കു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി CI പറഞ്ഞു. എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത്. ജ്വല്ലറി പൂട്ടിയതോടെ പ്രദേശത്തെ 12 പേരോളം ചങ്ങരംകുളം പോലീസിൽ പരാതിയുമായി എത്തിയിരുന്നു. എടപ്പാൾ സ്വദേശികളായ 2 പേരിൽ നിന്നായി 1 കോടി 3 ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് നിലവിൽ ചങ്ങരംകുളം പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 30 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഉടമകൾ ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിച്ചതായും പരാതി ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികളെത്തുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും ഊന്നൽ നൽകി 2025-26 വർഷത്തെ തൃത്താല പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ 26,85,76,522 രൂപ വരവും 26,24,64,732 രൂപ ചിലവും 61,11,790 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അവതരിപ്പിച്ചു. ബജറ്റിനകത്ത് നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, കിട്ടുന്ന വിഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് വീതം വെക്കാൻ കഴിയും. അപ്പോൾ കിട്ടുന്ന വീതത്തിനകത്ത് കുറവ് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വിതരണത്തിലും അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണക്കിടയിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനം എത്തിക്കേണ്ട കടമയുള്ള ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. അത്തരത്തിലുള്ള ഏറ്റവും ദരിദ്രരായുള്ള മനുഷ്യരെ ഉൾപ്പെടെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും തീരുമാനവും ഫണ്ടും ഒക്കെ മാറ്റിയെടുക്കപ്പെടേണ്ടതുണ്ട്. മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ വികസന പ്രവർത്തനം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട മുഖം എന്ന് പറയുന്നത് സമൂഹത്തിനകത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ്റേതാണെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത്. നമുക്കറിയാം, ഭവന നിർമ്മാണ മേഖലയ്ക്കായി 5 കോടി രൂപ, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കായി 2 കോടി 10 ലക്ഷം രൂപയും പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിനായി 40,81,000 രൂപയും ഇത്തവണ നീക്കിവച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിനു ശേഷം പഞ്ചായത്ത് നോമ്പുതുറയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിന് മുൻഗണന നൽകി കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് K ബീനയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകിയാണ് കൊപ്പം പഞ്ചായത്ത് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കായി ബജറ്റിൽ 15 കോടി നീക്കിവെച്ചു. പ്രാദേശിക ഗ്രാമീണ റോഡുകൾക്കായി 55 കോടിയും MCF കെട്ടിട നിർമ്മാണത്തിനായി 1 കോടി രൂപയും വകയിരുത്തി. കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി 61 ലക്ഷം, മാലിന്യമുക്ത നവകേരളം പദ്ധതി അതിദരിദ്രരല്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ തെരുവിളക്ക്, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, പട്ടികജാതി വികസനം,
യുവാക്കൾ, വയോധികർ, ഭിന്നശേഷിക്കാർ, വനിതകൾ എന്നിവരുടെ ക്ഷേമം എന്നിവയ്ക്ക് കൂടി പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. 33,15,11,671 രൂപ വരവും 32,89,64,128 രൂപ ചെലവും 25,47,543 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അവതരിപ്പിച്ചത്. ഭവന പുനരുദ്ധാരണത്തിന് നിരവധി അപേക്ഷകളുണ്ടെങ്കിലും എല്ലാവർക്കും നൽകാൻ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പരമാവധി ആളുകൾക്ക് ഈ ആനുകൂല്യം നൽകാൻ സാധിച്ചു. ഇതിനായി തനത് ഫണ്ട് കൂടി വകയിരുത്തിയിരുന്നു. ഈ വർഷം നിലവിലെ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യം എത്തിക്കും. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള എല്ലാ അപേക്ഷകർക്കും ഈ ആനുകൂല്യം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തിരുമിറ്റക്കോട് കറുകപ്പുത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് കത്തി നശിച്ചു. ആളപായമില്ല. കറുകപ്പുത്തൂർ സ്വദേശി റഫീഖിന്റെ ബൈക്കാണ് കത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചു. 6 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ റോഡ് പുനർനിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുഹമ്മദ് മുഹസിൻ MLA നിർദ്ദേശിച്ച ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി 6 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. 2024-25 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി 1000 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയുമായി 21 ഗ്രാമീണ റോഡുകൾക്കാണ് ഭരണാനുമതി ലഭിച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പാറയിൽ ക്ഷേത്രം മരുതൂർ റോഡ്, കൊപ്പം പഞ്ചായത്തിലെ കൊപ്പം എടപ്പലം റോഡ്, തൃത്താല കൊപ്പം അയ്യപ്പൻകാവ് റോഡ്, കൊപ്പം എറയൂർ അമ്പലം റോഡ്, മുതുല പഞ്ചായത്തിലെ കൊടുമുണ്ട കുളപ്പുറത്ത് പാറ റോഡ്, മുതുല കോഴിക്കോട്രി പോസ്റ്റ് ഓഫീസ് റോഡ്, പെരുമ്പുഴൂർ കോഴിക്കോട്രി റോഡ്, പട്ടാമ്പി നഗരസഭയിലെ നമ്പ്രം റോഡ് തുടങ്ങിയ റോഡുകളും ഭരണാനുമതി ലഭിച്ചതിൽ ഉൾപ്പെടുന്നുണ്ട്. മണ്ഡലത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ പുനർനിർമ്മാണം ഏതാണ്ട് 90% പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മറ്റു റോഡുകളുടെ പുനർനിർമ്മാണത്തിന് മതിയായ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയിൽ ഉൾപ്പെട്ട റോഡുകളുടെ ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മറ്റു റോഡുകളുടെ സാങ്കേതിക അനുമതിയും പ്രവൃത്തികളുടെ ടെൻഡർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഹമ്മദ് മുഹസിൻ MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഡോക്ടർ ഒ വേണുഗോപാൽ സ്മാരക എൻഡോമെന്റ് വിതരണവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ CD ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് മേജർ ഡോക്ടർ ഒ വേണുഗോപാൽ സ്മാരക അവാർഡ് ദാനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ സാറിന് അറിയാം, ചെറിയൊരു ക്യാഷ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫിൻ്റെ തൃശ്ശൂർ സാറിന് ലേഡീസ് ഉണ്ട്. എൻ്റെ വൈഫ് കാലത്ത് പറയാം, വേണു സാറ് എൻ്റെ അമ്മാവൻ്റെ ആരൊക്കെയാണെന്ന് പറഞ്ഞത് എനിക്ക് കണ്ടറിയില്ല. അപ്പോൾ അതിന് ബന്ധപ്പെട്ടാണ് സാർ ഞാൻ മനസ്സിൽ പറയണ്ടായി. എനിക്കൊരാണ്ട് ആ ഫുഡ് സ്റ്റെപ്സ് ഉണ്ട് സാറിൻ്റെപ്പം പറഞ്ഞു, അത് ഫോളോ ചെയ്യാം. നമുക്കിവിടെ കുറച്ച് നമ്മളെ ഓർക്കുന്ന കലായിരിക്കും. നമ്മൾ പോയാലും ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. ഒരു മുന്നേ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം NCCയിലെ ഒരു ഫ്രണ്ടായിരുന്നു. അന്ന് പറയാനായിട്ട് നമുക്ക് വേണ്ടി സാറ് മാത്രമേ നമ്മളൊക്കെ പറഞ്ഞു വേണ്ടി സാറ് കണ്ടക്ട് പ്രോഗ്രാംസ് ഇതൊക്കെ ഇപ്പോൾ സാർ വളരെ വലിയ നടത്തുന്നതൊക്കെ. അപ്പോൾ അത് കൊമേഴ്സിൽ എല്ലാം ചെയ്യുന്ന സാറാണ് സാർ. എല്ലാവരും ഇവിടെ തന്നെ. കൊമേഴ്സ് വിഭാഗം മേധാവി VK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ HK സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി MR, ഡോക്ടർ A പ്രമോദ്, ഡോക്ടർ ബിന്ദു മേനോൻ, രാഹുൽ വേണുഗോപാൽ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നന്ദകിഷോർ, റോസിന ബേബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ MCOM, BCOM, BBA വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. തൃത്താല ബ്ലോക്കിലെ കർഷകർക്കുള്ള മണ്ണാരോഗ്യ കാർഡ് വിതരണവും മണ്ണറിവ് സെമിനാറും കർഷക സംവാദവും നടത്തി. സംസ്ഥാന മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. സോയിൽ ഹെൽത്ത് കാർഡ് 2024-25 പദ്ധതി പ്രകാരം പഞ്ചായത്തുകളിലെ കർഷകർക്കുള്ള മണ്ണാരോഗ്യ കാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K മാരിയത്ത് കിബിത്തിയ, സോയിൽ സർവേ ഓഫീസർ സുജാത്, വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാരായ KT സീനത്ത്, സുഹാന, സുദർശൻ, അശ്വതി, സഹന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പാലക്കാട് സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് അനീഷ് ജോൺസൺ മണ്ണറിവ് സെമിനാറിൽ കർഷകർക്ക് ക്ലാസ് എടുത്തു.
ചാലിശ്ശേരി കൗക്കോട് MMALP സ്കൂളിലെ ഓമത്തോട്ടത്തിലെ വിളവെടുപ്പ് നടന്നു. ചാലിശ്ശേരി കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ കെ ബാബു നാസർ, ഫർസാന, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, PTA എക്സിക്യൂട്ടീവ് MU ഫർസാന, സീനിയർ അധ്യാപകരായ T ബീന കുര്യൻ, K നീനു പോൾ, സ്റ്റാഫ് സെക്രട്ടറി KT അസീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ കുട്ടികൾക്ക് വേറിട്ട അനുഭവങ്ങളാണ് വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ പാർക്ക്, ലൈബ്രറി, ഫുട്ബോൾ ടർഫ്, മനോഹരമായ പൂന്തോട്ടം എന്നിവയും കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകാനായി ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണം, ജലസുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ A+ ഗ്രേഡോടെ ഹരിത കേരളം മിഷന്റെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച സ്കൂളാണ് MMALP സ്കൂൾ. മെയ് 20 വേൾഡ് ഹാപ്പിനെസ് ഡേയുടെ ഭാഗമായി തൃത്താല പഞ്ചായത്തിൽ പഴമയും പുതുമയും എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു. കുടുംബശ്രീ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന വയോജനങ്ങളെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി നടന്നത്. മുഴുവൻ ആളുകളെയും കുടുംബശ്രീകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം T അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, വാർഡംഗങ്ങളായ TV സബിത, ഫർഹാന, ഗോപിനാഥൻ, കമ്മ്യൂണിറ്റി കൗൺസിലർ നിത്യ, സുജിത, ജിജി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.